ആ ജീവനുള്ള ദൈവം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തലൻ പറയുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ലോകം നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് അറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പത്രോസ്ലീഹ അനുഭവത്തിലൂടെ പറയുകയാണ്, ആത്മാവിന്റെ തേജസ്സോട് പറയുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലോകത്തിന് വേണ്ടി ജീവിച്ച് നിങ്ങളുടെ ജീവിതം കളയരുത്. ചെറിയവയ്ക്ക് വേണ്ടി ജീവിച്ച് ജീവിതം കളയരുത്. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ്. വലിയവ പ്രതീക്ഷിക്കുക, വലിയവയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുക. ഏതാണ് ഏറ്റവും വലുത്? യേശുക്രിസ്തുവിന്റെ വേലയിൽ അപ്പുറത്തേക്ക് വലിയവ എന്തുണ്ട്? ഒന്നുമില്ല. ജസ്റ്റ് വൺ ലൈഫ്. ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. That which is done for Christ alone will last. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. മകനെ, നീ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, എന്തെല്ലാം നേടിയാലും, നീ ഡോക്ടറേറ്റുകൾ പലത് സമ്പാദിച്ചാലും, നിന്റെ ജീവിതത്തിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചാലും, എന്തെല്ലാം നേടിയാലും, പ്രശസ്തി നേടിയാലും, എല്ലാം നേടിയാലും ഒന്നേ നിലനിൽക്കുകയുള്ളൂ: യേശുവിന് വേണ്ടി ചെയ്യുന്നത്. യേശുവിന് വേണ്ടി അനേക ആത്മാക്കളെ നേടുക, സ്വർഗരാജ്യത്തിന് വേണ്ടി അനേകരെ ഒരുക്കുക. അതിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കുക. ഈ നല്ല സമയം യേശുവിന്റെ വേലയ്ക്കായി സമർപ്പിക്കൂ പ്രിയരെ.